നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബേബി പൗഡേഴ്സ് പരിചയപ്പെടാം. നല്ല ബേബി പൗഡർ ബ്രാൻഡ്സ് പരിചയപ്പെടാം. പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ്. അപ്പം അത് ഏറ്റവും നല്ലത് ഏതൊക്കെയാണ്? അത് ബേബി പൗഡേഴ്സിൻ്റെ കാര്യത്തിലാകുമ്പോൾ ഇപ്പോൾ നമുക്ക് കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചില കമ്പനികളൊക്കെ ക്യാൻസർ കോസിംഗ് ആണ് ദീർഘകാലത്തെ ഉപയോഗത്തിൽ നിന്നൊക്കെ ഒരു ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഏറ്റവും ബെനിഫിഷ്യലായിട്ട് തോന്നിയ കുറച്ച് ബേബി പൗഡേഴ്സ് നമുക്കിവിടെ വളരെ ചുരുക്കമുള്ളൂ. ബേബി പൗഡേഴ്സ് നമ്മൾ അധികം ഉപയോഗിക്കേണ്ട കാര്യമില്ല. മോയ്സ്ചറൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. മുഖത്തൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. തുടയിടുക്കുകളിലോ അല്ലെങ്കിൽ കക്ഷത്തിലോ അങ്ങനെ അണ്ടർ ആംസിലൊക്കെ അല്ലെങ്കിൽ കഴുത്തിനടിയിലൊക്കെ മാത്രം മോയ്സ്ചറിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി ആക്ച്വലി. അപ്പോൾ നമുക്ക് ഏതൊക്കെ ബേബി പൗഡേഴ്സ് ആണ് നല്ലതെന്ന് മനസ്സിലാക്കാം. മാമ എർത്തിൻ്റെ ഡസ്റ്റിംഗ് പൗഡർ ഫോർ ബേബീസ് ഉണ്ട്. 0 to 5 ഇയേഴ്സിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ്. നന്നായി ഫുള്ളും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ഇത് കുട്ടികൾക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അലർജീസോ റാഷസോ ഒന്നും ഉണ്ടാക്കുന്നില്ല. വളരെ ഫൈനാണ്. പിന്നെ അങ്ങനെ ഓവറായിട്ടുള്ള സ്മെല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടിക്കും ആ ഒരു ഡിസ്റ്റർബിങ് അല്ല. പിന്നെ ഒരു പൗഡർ ഇട്ട ആ ഒരു ഫീൽ ഇല്ല. പക്ഷേ ആ പൗഡറിൻ്റെ ഗുണം ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. രണ്ടാമത്തത് ഹിമാലയ ബേബി പൗഡറാണ്. അത് വളരെ കോമൺ ആണ്. കേരളത്തിലൊക്കെ ഒത്തിരി ആൾക്കാർ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഹിമാലയ ഒരു കംപ്ലീറ്റ്ലി ഹെർബൽ ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാത്തതുകൊണ്ടും വളരെ വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഹിമാലയ ബേബി പൗഡർ എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ കൂടുതൽ മണമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കുട്ടിക്ക് അലർജീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. മൂന്നാമത്തത് ഒത്തിരി ആൾക്കാർ സിബാമെഡിൻ്റെ ബേബി പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. ഇതും മണമൊന്നും ഇല്ലാത്തതാണ്. ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. സിബാമെഡും നല്ലൊരു ബ്രാൻഡാണ്. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുള്ളൊരു കുട്ടിയാണെന്നിരിക്കുക, അതായത് കുറച്ചിപ്പം കഴുത്തിൻ്റെ അടിയൊക്കെ പാലൊക്കെ വീണിട്ട് ചെറുതായിട്ട് പൊട്ടുന്ന അവസ്ഥയോ അല്ലെങ്കിൽ തുടയെടുക്കലുള്ള ഡൈപ്പർ റാഷ് വരുന്നതോ ചൂടുകുരു വരുന്നതോ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നോ അങ്ങനെ സ്കിന്നിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രാൻഡ് ഞാൻ സജസ്റ്റ് ചെയ്യാം. ലിറ്റിൽസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓർഗാനിക്സ് ജെൻറ്റിൽ ബേബി പൗഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡറുണ്ട്. വളരെ ഗുണപ്രദമാണ്. അത് വളരെ ഓർഗാനിക് ആണ്. അതിൻ്റെ അകത്ത് നീമും അലോവേരയുടെ ഒക്കെ എക്സ്ട്രാക്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാരബൻസ് ഒക്കെ ഒന്നുമില്ല. അത് ഫ്രീ ഫ്രം കെമിക്കൽസ്. 0 to 5 ഇയേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റാർച്ച് ഒക്കെ ഉണ്ട് അതിനകത്ത്. പഴയ കാലത്ത് നമ്മൾ ഈ പൗഡറിന് പോലെ ഉപയോഗിച്ചിരുന്നത് കോൺസ്റ്റാർച്ചോ അല്ലെങ്കിൽ കൂവപ്പൊടിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മോയ്സ്ചറിനെയൊക്കെ മാറ്റുന്നുണ്ട്. യാതൊരു പ്രശ്നം സ്കിന്നിന് ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ സ്കിന്നിൽ പ്രശ്നമുള്ള കുട്ടികൾക്ക് ധൈര്യമായിട്ട് ലിറ്റിൽസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓർഗാനിക്സ് ജെൻറ്റിൽ ബേബി പൗഡർ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം സാധാരണ ഞാൻ പറഞ്ഞ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ മാമ എർത്തോ അല്ലെങ്കിൽ ഹിമാലയോ സിബാമേഡോ ഉപയോഗിക്കാം. പ്രശ്നമുള്ളവർക്ക് സ്കിൻ പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് നമുക്ക് 0 to 5 ഇയേഴ്സിൽ ഈ ലിറ്റിൽസിൻ്റെ പൗഡർ ഉപയോഗിക്കാം. അപ്പം ഇതെല്ലാം മിക്കവാറും അമ്മമാർക്ക് ഒരു ഡൗട്ടാണ് ഏത് പൗഡർ ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഈ വീഡിയോ എല്ലാ അമ്മമാർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.